ഹലോ, വെൽക്കം ഓൾ. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. നമുക്ക് ഇന്ന് ഓംസ് ലോയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് പഠിക്കാം. ഓക്കെ, സോ ക്ലാസ്സിൽ കിടക്കാം. അപ്പോൾ നമ്മൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ബേസിക് ടേംസ് ഇൻ ഇലക്ട്രിസിറ്റി കംപ്ലീറ്റ് ചെയ്തു. കറണ്ട്, EMF, റെസിസ്റ്റൻസ്, അങ്ങനെ പവർ എല്ലാം നോക്കി. പിന്നെ DC സർക്യൂട്ട്സിന്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ്, സീരീസ്, പാരലൽ, പിന്നെ കോമ്പിനേഷൻ ഓഫ് സീരീസ് പാരലും അതിന്റെ സിംഗിൾ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്തു, കവർ ചെയ്തു. ഇനി നമുക്ക് ഓംസ് ലോ പ്രോബ്ലംസ്, അതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി കിർച്ചോഫ് ലോ ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ ഇനി നമുക്ക് ഓംസ് ലോ എന്താണെന്ന് നോക്കാം. സോ എന്താണ് ഒരു ഓംസ് ലോ? നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിരിക്കുന്ന ഒരു ലോ ആയിരിക്കും ഓംസ് ലോ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം: അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട്, ഇതൊരു കണ്ടക്ടർ ആണെങ്കിൽ അതിലൂടെ ഒഴുകുന്ന കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ്. സോ ഇതൊരു എ പോയിന്റ് ആണ്, ഇതൊരു ബി പോയിന്റ് ആണ്, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. ഇവിടെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, വി. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ, നമ്മുടെ അറ്റ്മോസ്ഫറിക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ അതിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. ഇതാണ് ഓംസ് ലോ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ പറയുന്ന സമയത്ത് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ, വോൾട്ടേജ് നമുക്ക് എത്രത്തോളം കൂട്ടുന്നോ അതിനനുസരിച്ച് എന്താവും, കറണ്ടും കൂടും. ഓക്കെ, വോൾട്ടേജ് ഇൻക്രീസസ്, കറണ്ട് ഇൻക്രീസസ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് നമുക്ക് I ഈസ് ഈക്വൽ ടു, പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമുക്ക് ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യാം, V/R. ഇവിടെ R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ആണ്. ഈ കണ്ടക്ടറിൽ ഉണ്ടാവുന്ന റെസിസ്റ്റൻസ് ആണ് R എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ റെസിസ്റ്റൻസിന്റെ കേസിൽ പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വോൾട്ടേജ് ഇൻക്രീസ് ആകുമ്പോൾ കറണ്ട് ഇൻക്രീസ് ആവും, കാരണം I ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V ആണ്. ഇനി റെസിസ്റ്റൻസിന്റെ കേസിൽ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഡിക്രീസ് ആവും, കറണ്ട് കുറയും. അതായത് ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇതിലും ആഡ് ചെയ്യാം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. സോ at a constant temperature the current flowing through a conductor is directly proportional to the voltage across it and inversely proportional to resistance of the conductor. Okay, so എന്താണ് ഓംസ് ലോ എന്ന് ക്ലിയർ ആണല്ലോ. ഇനി അതില് ഫോർമുല നമ്മൾ പറഞ്ഞു, I ഈസ് ഈക്വൽ ടു V/R ആണ്. നമുക്ക് അതിൽ നിന്നും I ഈസ് ഈക്വൽ V/R ൽ നിന്നും നമുക്ക് V എന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആറിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ മതി അല്ലേ? അപ്പം I × R എന്ന് വരും. ഓക്കെ, V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, വോൾട്ട് ആണ് യൂണിറ്റ്. V എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യും. I കറണ്ട് ആണ്, ആംപിയർ ആണ് യൂണിറ്റ്. R റെസിസ്റ്റൻസ് ആണ്, ഓം ആണ് ഇതിന്റെ യൂണിറ്റ്. ഓക്കെ, സോ ഒരു ട്രയാങ്കിൾ പരിചയപ്പെടുത്താം. ആ ട്രയാങ്കിൾ നമ്മൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓംസ് ലോയുടെ ഇക്വേഷൻസ് മറന്നു പോകാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തിരിക്കാം. സോ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ V കൊടുക്കുക, ഇവിടെ I കൊടുക്കുക, R കൊടുക്കുക. സോ എങ്ങനെയാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആദ്യം ജസ്റ്റ് ഈ വിന് എന്ത് ചെയ്യുക, മറച്ചു പിടിക്കുക. ആ സമയത്ത് ഐയും ആറും അല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതിനർത്ഥം V ഈസ് ഈക്വൽ ടു I × R. സോ ഇത് നേരെ അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. V ഈസ് ഈക്വൽ ടു I × R. ഇനി അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ I ഭാഗം നമ്മൾ എന്ത് ചെയ്തു, മറച്ചു പിടിച്ചു. ആ സമയത്ത് എന്ത് പറയും, V/R വരും. അപ്പൊ I ഈസ് ഈക്വൽ ടു V/R എന്ന് വരും. സോ അടുത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ R നെ നമ്മൾ മറച്ചു പിടിക്കുന്ന സമയത്ത് അവിടെ എന്ത് വരും, R ഈസ് ഈക്വൽ ടു V/I. സോ ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ ബുക്കിൽ എവിടെയെങ്കിലും ഒന്ന് വരച്ചു വെക്കുക, എന്നിട്ട് ഈ ഇക്വേഷൻസ് എഴുതി വെക്കുക. അപ്പോൾ ട്രയാങ്കിൾ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ അതിന്റെ ഇക്വേഷൻസ് പെട്ടെന്ന് ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അടുത്തത്, ഇനി
നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു കാര്യം ടൈം ഒന്നുകൂടി പറയാം, കാരണം പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ആവശ്യമുള്ളതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് പവർ എന്താണെന്നുള്ളത്, ഇലക്ട്രിക് പവർ. സോ എന്താണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതർ ഫോംസ് ഓഫ് എനർജി. അപ്പം നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ അപ്ലയൻസുകളും അതിൽ ഡിഫറെന്റ് ആയിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡിഫറെന്റ് എനർജി ആക്കി മാറ്റുന്നത്. സോ എത്രത്തോളമാണ് അത് മാറ്റുന്നത് എന്നതനുസരിച്ച്, ഇപ്പം നമ്മളെ ഒരു ഇസ്തിരിപ്പെട്ടി കൺസിഡർ ചെയ്യാം, ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിനെ അത് ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നുണ്ട്. സോ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജിയാണ് ആ ഹീറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ആവുന്നത് എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മളിപ്പോൾ പറയുകയാണ് ഒരു ഇലക്ട്രിക് ഹീറ്റർ അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ അയൺ ബോക്സ് തന്നെ അതിലൊരു 800 വാട്ട്സ് അല്ലെങ്കിൽ 750 വാട്ട്സ് അല്ലെങ്കിൽ 1000 വാട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1000 വാട്ട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പവർ ആണ്. എത്രത്തോളം നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് എനർജിനെ അത് അതർ ഫോം, അതായത് ഒരു മറ്റൊരു എനർജി ഫോമിലേക്ക് മാറ്റുന്നു, അതിന്റെ റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പവർ ടെൽസ് ഹൗ ഫാസ്റ്റ് ഇലക്ട്രിസിറ്റി ബീങ് യൂസ്ഡ്. എത്ര പെട്ടെന്നാണ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇലക്ട്രിക് പവറിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആണല്ലോ. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവറിന്റെ ഇക്വേഷൻ. യൂണിറ്റ് വാട്ട്സ്, ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അത് നോട്ട് ചെയ്യാം. ഇനി ഫോർമുല ഇപ്പൊ പറഞ്ഞു, പി ഈക്വൽ ടു വി ഇൻറ്റു ഐ, പി ഈക്വൽ ടു വി ഐ ആണ്. ഇനി പവർ പി വാട്ട്സ് ആണ്, വി വോൾട്ടേജ് വോൾട്ട് ആണ്, ഐ കറണ്ട് ആംബിയർ ആണ്. യൂണിറ്റുകൾ ഒരിക്കലും മറന്നു പോരുത്. നമ്മൾ ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ പ്രോബ്ലത്തിന് ആൻസർ എഴുതി കഴിഞ്ഞാൽ യൂണിറ്റ് വേണ്ട ഒരു ആൻസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂണിറ്റും കൂടി എന്ത് ചെയ്യാം, അതിന്റെ കൂട്ടത്തിൽ എഴുതി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് പവർ ഫോർമുലകൾ എങ്ങനെ ഡെറൈവ് ചെയ്യാന്നുള്ളതാണ്. നമുക്കറിയാം പി ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. ഈ വിയും ഐയും നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം അല്ലെ. വി ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു ആർ ആണ്. ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. ഇതിൽ ഒന്നാമത്തെ ഇക്വേഷൻ കൊടുക്കാം, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കാം. സോ ഈ ഇതാണ് ഇതിന്റെ മെയിൻ ഇക്വേഷൻ. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ലെറ്റർ എ കൊടുക്കാം. സോ നമ്മൾ എയിലേക്ക്, ഈ എ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും, പി ഈക്വൽ ടു എന്ത് വരും, നമ്മൾ വിന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ കൊടുക്കും, വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. അപ്പം ഐ ഇൻറ്റു ആർ, പിന്നെ അവിടെ ഒരു ഐ ഉണ്ട് അല്ലെ, ആ ഐ വന്നു. അപ്പൊ എന്ത് വരും, പി ഈക്വൽ ടു ഈ രണ്ട് ഐയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഐ സ്ക്വയർ എന്ന് വരും, ഐ സ്ക്വയർ ആർ എന്ന് വരും. ഇത് ഒരു പവറിന്റെ ഒരു ഇക്വേഷൻ ആണ്. ഇനി അടുത്തത് ആ എ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷനിലോട്ട് നമ്മൾ ഈ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും, പി ഈക്വൽ ടു വി അവിടെ തന്നെ ഉണ്ട്, ഐന്റെ സ്ഥാനത്ത് എന്ത് വരും, വി ബൈ ആർ എന്ന് വരും. സോ ഈ ഐ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻ അവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് വന്നു, പി ഈക്വൽ ടു ഈ വിയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ വി സ്ക്വയർ കിട്ടും, വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, അങ്ങനെ നമുക്ക് പവറിന് ഇപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇത്തരത്തിൽ ഏതൊക്കെയാണ് തരുന്നത്, നമുക്ക് പ്രോബ്ലത്തിൽ തരുന്ന ഏതൊക്കെയാണോ വാല്യൂസ് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇക്വേഷൻസ് മാറ്റി മറിച്ചൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, പവറിന്റെ 3 ഇക്വേഷൻസ് ഓംസ് ലോ വെച്ചിട്ടുള്ള. ക്ലിയർ ആണല്ലോ. ദെൻ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ നമുക്ക്. സോ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, എ റെസിസ്റ്റർ 6 ohm ഈസ് കണക്റ്റഡ് അക്രോസ് 12 volt, ഫൈൻഡ് കറണ്ട്. സോ തന്നിരിക്കുന്ന വാല്യൂ എടുത്തെഴുതാം. ആർ എന്ന് പറഞ്ഞാൽ 6 ohm ആണ്, പിന്നെന്താണ്, വി തന്നിട്ടുണ്ട് 12 volt. കണ്ടുപിടിക്കേണ്ടത് ഐ ആണ്. ഓംസ് ലോ പ്രകാരം നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്, ഐ ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, 12/6 എന്ന് കൊടുത്തു, എന്ത് വരും, 2 ആംപിയർ എന്ന് വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വാല്യൂസ് ഇക്വേഷനിൽ. അടുത്തത് ഇതേപോലെ തന്നിട്ടുണ്ട്. എങ്ങനെയാണ്, 5 ആംപിയർ കറണ്ട് ഒരു 4 ohm റെസിസ്റ്ററിലൂടെ ഒഴുകാണ്. സോ ഇതൊരു 4 ohm റെസിസ്റ്റർ ആണ്, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് 5 ആംപിയർ. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ പറയുന്ന സമയത്ത് എങ്ങനെയാ, തന്നിരിക്കുന്ന വാല്യൂസ് ഐ ഈസ് ഈക്വൽ ടു 5 ആംപിയർ, പിന്നെ ആർ ഈസ് ഈക്വൽ ടു 4 ohm. സോ വി ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ഇൻറ്റു
6 അതായത് ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 R എന്ന് പറഞ്ഞാൽ 4 5 × 4 20 വോൾട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ അടുത്തത് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? R കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം V/I ആണ്. സോറി, V/R അല്ല, V/I ആണ് ഇക്വേഷൻ. V/I. സോ V എത്രയാണ്? 24/3. എന്ത് വരും? 8 ഓം എന്ന് വരും. ഓക്കെ, എല്ലാം ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. ഓംസ് ലോ പ്രകാരം ഇത് ഇങ്ങനെ ആയിരിക്കില്ല ചിലപ്പം തന്നു വരിക. ചിലപ്പോൾ ഒരു സർക്യൂട്ട് ഒക്കെ ആയിട്ട് തരും. ഇങ്ങനെ കുറെ സർക്യൂട്ട് ഒക്കെ ഉണ്ടാവും. അതിൽ കറണ്ട് കണ്ടുപിടിക്കാൻ, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും തരിക ചിലപ്പോൾ. അത് ഡിപ്പെൻസ് ആണ്. അപ്പം ബേസിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓംസ് ലോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഈ പഠിക്കുന്ന ഒട്ടുമിക്ക ഇലക്ട്രിക്കൽ നെറ്റ്വർക്കും തിയറിയും അല്ല, അങ്ങനത്തെ ഒട്ടുമിക്ക തിയറികളിലും അല്ലെങ്കിൽ ബേസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഓംസ് ലോ ആണ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്നത്. എന്ന് വെച്ചാൽ അതിൽ പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, അഥവാ നമ്മളെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. അല്ലാത്ത കണ്ടീഷനിൽ അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. എ ബൾബ് ഓപ്പറേറ്റ്സ് 230 വോൾട്ട് ആൻഡ് ഡ്രോ 2 ആംപിയർ. ഫൈൻഡ് പവർ. സോ ഇവിടെ പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. തന്നിരിക്കുന്നത് വി തന്നിട്ടുണ്ട് 230 വോൾട്ട്, ഐ തന്നിട്ടുണ്ട് 2 ആംപിയർ. സോ പി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു ഐ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 230 ഇൻറ്റു 2 എത്ര വരും? 230 ഇൻറ്റു 2 460 വാട്ട്സ് എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തൊരു പ്രോബ്ലം. വീണ്ടും തന്നിരിക്കുന്നത് എന്താണ്? കറണ്ട് തന്നിട്ടുണ്ട് 5 ആംപിയർ, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 8 ഓം. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. അപ്പൊ ഇതിൽ വോൾട്ടേജ് തന്നിട്ടില്ല, കറണ്ട് തന്നിട്ടുണ്ട്, പക്ഷേ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? അപ്പൊ നമ്മൾ പഠിച്ച 2 ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ അല്ലെ, ഐ സ്ക്വയർ ആർ, പിന്നെ പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കറണ്ടും റെസിസ്റ്റൻസും ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. സോ പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് വെച്ചാൽ ഐ എത്രയാണ്? 5 സ്ക്വയർ ഇൻറ്റു 8. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 25. 25 ഇൻറ്റു 8. 25 ഇൻറ്റു 8 എത്രയാ? ചെയ്യുന്ന സമയത്ത് 5 40 200. സോ 200 വാട്ട്സ് എന്ന് വരും. ക്ലിയർ ആണല്ലോ. അപ്പം ഇക്വേഷൻസ് നമ്മൾ ആ ഡെറൈവ് ചെയ്ത് വെച്ചതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഓംസ് ലോ വെച്ചിട്ട് പവറിന്റെ ഇക്വേഷൻസ് നമുക്ക് ഇത്തരം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അടുത്തത് വോൾട്ടേജും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ് നമ്മളെ കോമൺ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്നത് വോൾട്ടേജും റെസിസ്റ്റൻസും ആണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ എന്തായിരുന്നു? പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ആയിരുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യും? വി സ്ക്വയർ 100 സ്ക്വയർ ഡിവൈഡ് ബൈ 25. സോ 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10,000 ആണ് അല്ലേ. 10,000 ഡിവൈഡ് ബൈ 25 എത്ര വരും? 10,000 ഡിവൈഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ 10,000 ഡിവൈഡ് ബൈ 25 400 വോൾട്ട്, 400 വാട്ട്. ഓക്കെ, പവർ കിട്ടി. അടുത്തത് തന്നിരിക്കുന്നത് എന്താണ്? 12 ഓം റെസിസ്റ്റർ 24 വോൾട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം 12 ഓം റെസിസ്റ്ററിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? 24 വോൾട്ട് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട് ഒക്കെ ഉണ്ട്. അപ്പൊ കണ്ടുപിടിക്കേണ്ടത് കറണ്ടും പിന്നെ ടോട്ടൽ പവറും ആണ്. സോ കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. സോ വി ബൈ ആർ ഈക്വൽ ടു 24/12 നമുക്ക് എന്ത് കിട്ടും? 2 ആംപിയർ കിട്ടും. ഇനി പവർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? പവർ ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എത്രയാണ്? 24 ഇൻറ്റു 2 എത്രയാണ്? 48 വാട്ട്സ് എന്ന് വരും. ഓക്കെ, എളുപ്പമല്ലേ? ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. അടുത്തത്
ഒരു ഇലക്ട്രിക് ഹീറ്റർ, അതിന്റെ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ട് 20 ഓം ആണ്. അതൊരു 200 വോൾട്ട് സപ്ലൈ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കറണ്ടും പവറും കണ്ടുപിടിക്കാം. സെയിം തന്നെ അല്ലേ? തന്നിരിക്കുന്നത് എന്താണ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കാൻ I is equal to V by R is equal to V എത്രയാണ്? 200 divided by 20. എത്ര വരും? ഇതും പോയി 10 ആംപിയർ എന്ന് വരും. സോ ഇനി പവർ കണ്ടുപിടിക്കാൻ P is equal to V into I ആണ്. is equal to V എത്രയാണ്? 200 ആണ്. 200 into I 10. സോ 2000 വാട്ട്സ് എന്ന് വരും. ഓക്കെ, സോ ആ ഇലക്ട്രിക് ഹീറ്ററിന്റെ പവർ എന്ന് പറഞ്ഞാൽ 2000 വാട്ട്സ് ആണ്. അടുത്തത് ഒരു 60 വാട്ട്സ് ലാമ്പ് 120 വോൾട്ട് 120 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാമ്പ് 60 വാട്ട് പവർ എടുക്കുന്നുണ്ട്. അവർ 60 വാട്ട് പവർ ആണ് അത് കൺസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കറണ്ട് എത്രയാന്നുള്ളത്. അപ്പം P is equal to V into I ആണ് നമുക്ക് അറിയാം. ഇതിൽ V തന്നിട്ടുണ്ട്, P തന്നിട്ടുണ്ട്. I നമുക്ക് അറിയില്ല. I ആണ് നമുക്ക് അറിയാത്തത്. അപ്പൊ I കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? I is equal to P by V എന്ന് വെച്ചാൽ P എത്രയാണ്? 60 by 120. സോ എന്ത് വരും? 60 by 120, ഇതും പോയി ജസ്റ്റ് ഒരു 6 12 1/2 എന്ന് വരും. 0.5 ആംപിയർ എന്ന് വരും. 0.5 ആംപിയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം നമുക്ക്. 10 ഓം റെസിസ്റ്ററിലൂടെ 3 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. ഇത് 10 ഓം റെസിസ്റ്റർ ആണ്. ഇതിലൂടെ കറണ്ട് 3 ആംപിയർ കടന്നു പോകുന്നുണ്ട്. ഇത് 6. സോ അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും പവറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വോൾട്ടേജ് കാണാൻ നമുക്കറിയാം I into R ആണ് ഇക്വേഷൻ. I into R ആണ് ഇക്വേഷൻ. സോ I എത്രയാണ്? 3 into 10 6 എത്രയാ? 30 വോൾട്ട്. സോ ഇനി പവർ കാണാൻ എളുപ്പമല്ലേ? പവർ ഈസ് ഈക്വൽ ടു V into I ആണ്. അതായത് V എന്ന് പറഞ്ഞാൽ 30 ആണ്. ഇൻറ്റു എത്ര കറണ്ട്? 3 എത്രയാ? 90 വാട്ട്സ് പവർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമല്ലേ? സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്യാം? ഒന്ന് റിവൈസ് ചെയ്യാം. കൺക്ലൂഡ് ചെയ്യാനായിട്ട് വോൾട്ടേജിന്റെ ഇക്വേഷൻ V is equal to I into R, കറണ്ടിന്റെ ഇക്വേഷൻ I is equal to V by R, റെസിസ്റ്റൻസ് R is equal to V by R. പവറിന് P is equal to V into I എന്നാണ് നമ്മൾ ഒരു കോമൺ ഇക്വേഷൻ. അതിനെ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് P is equal to I square R എന്ന് പറയും. അടുത്തത് P is equal to V square by R എന്ന് പറയും. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചെയ്യാനായിട്ടൊക്കെ ആവശ്യം വരും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ റൂളും അതുപോലെ കറണ്ട് ഡിവൈഡർ റൂളും എന്താണെന്ന് പറഞ്ഞുതരാം. നമുക്ക് കിർച്ചോസ് കറണ്ട് ലോയും കിർച്ചോസ് വോൾട്ടേജും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ എന്താ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് ആവശ്യം വരും, വോൾട്ടേജ് ഡിവൈഡർ റൂളും കറണ്ട് ഡിവൈഡർ റൂളും. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.